ഹലോ, രാവിലെ തന്നെ തീർത്ഥാടനത്തിന് ഇറങ്ങിയതാ കേട്ടോ. ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ തൃശ്ശൂർ റോട്ടിൽ കൂടെ ഞാൻ ഇങ്ങനെ പോവാണ്. ഞാൻ പോകുന്നത് ഒരുപാട് ക്ഷേത്രങ്ങൾ കവർ ചെയ്യുന്ന രാത്രിയാണ് പോകുന്നത് വണ്ടി ഓടിച്ച്. എൻ്റെ കൂടെ 2-3 പേര് കൂടിയുണ്ട്. അങ്ങനെ നമ്മൾ തൃശ്ശൂർ റൗണ്ടിലെത്തി വടക്കനാഥനെ ഒരു നമസ്കാരവും കൊടുത്ത് അവിടെ നിന്ന് ഭഗവാനോടൊരു ടാറ്റയൊക്കെ കൊടുത്ത് നമ്മൾ നേരെ ഇവിടെ നിന്ന് നല്ലൊരു അടിപൊളി ഹൈവേയിലേക്ക് കയറി. എന്ത് രസമുള്ള ഹൈവേ ആണല്ലേ. ഇത്രയും നല്ല റോഡൊക്കെ കേരളത്തിലുണ്ടെങ്കിൽ ഞാൻ ഇന്ന് അറിഞ്ഞത്. അങ്ങനെ വണ്ടി ഓടിച്ചുമെടുത്ത് കഴിയുമ്പോൾ കോ ഡ്രൈവർ സീറ്റിലേക്ക് എന്നെ തട്ടിയിട്ട് അടുത്ത ആൾ വണ്ടി ഓടിക്കാൻ കയറി. ശേഷം നമ്മൾ വീണ്ടും ഹൈവേയിൽ കൂടി നമ്മുടെ കണ്ണൂരിലേക്ക് പുറപ്പെട്ടു. പെരളശ്ശേരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് ആദ്യം പോയി തൊഴുതിട്ട് വരാമെന്ന് വെച്ചു. അങ്ങനെ ഭഗവാനെ കാണാൻ കിട്ടിയ ഒരു അവസരം നമ്മൾ പാഴാക്കരുതെന്നല്ലേ. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. എത്തി ഭഗവാനെ കണ്ട് തൊഴാൻ വേണ്ടിയിട്ട് കയറുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള ക്ഷേത്രമാണ് കേട്ടോ. ഒരുപാട് ചിത്രപ്പണിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അവിടെ ഭഗവതി ദർശനം ഉണ്ടായിരുന്നു. ഭഗവതി തെയ്യം അമ്മയെ കണ്ടു, പ്രാർത്ഥിച്ചു, അനുഗ്രഹം തന്നു. മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ തന്ന് അവിടെ നിന്ന് തിരിച്ച് ഇറങ്ങുമ്പോഴാണ് അതേ തൊട്ടപ്പുറത്തൊരു നാരായണ ക്ഷേത്രമുണ്ട്. അദ്ദേഹം എന്നെ വിളിക്കുകയാണ്, എന്താ മോളെ ശേഷം നീ ഭക്ഷണം കഴിക്കാണ്ട് പോകണോ, നിനക്കിവിടെ ഭക്ഷണമൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, വാ കഴിച്ചിട്ട് പോകാമെന്ന്. അപ്പോൾ പറഞ്ഞാൽ എന്നെ കേൾക്കാതിരിക്കാൻ പറ്റുമോ. പോയി ഭക്ഷണമൊക്കെ കഴിച്ച് വയറെന്നറിഞ്ഞു. അങ്ങനെ തിരിച്ചു വരുമ്പോൾ അവിടെ മഞ്ചാടിക്കുരു വാരി കളിക്കുന്ന പിള്ളേർ. പിന്നെ ഞാനും കൂടി അവരുടെ കൂടെ മഞ്ചാടിക്കുരു വാരി കളിക്കാനായിട്ട്. ശേഷം തിരിച്ചു വന്ന് പെരളശ്ശേരിയിലെ പ്രസിദ്ധമായ ക്ഷേത്രക്കുളം കാണുകയാണ്. പടിക്കെട്ടുകൾ കൊണ്ട് പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രക്കുളമാണ്. എല്ലാവർക്കും തന്നെ പല സിനിമയിൽ കൂടിയും പല വീഡിയോയിൽ കൂടിയൊക്കെ സുപരിചിതമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. അങ്ങനെ ആ ക്ഷേത്രത്തിൽ എണ്ണി തീരാത്ത പടിക്കെട്ടുകൾ ഞാൻ താഴോട്ട് ഇറങ്ങി കുളത്തിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. കാരണം ഒരുപാട് നമ്മൾ അക്വേറിയത്തിലൊക്കെ ഇട്ട് വളർത്തുന്ന ഒരുപാട് മീനുകളുണ്ട്. ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ പൊതുവേ ക്ഷേത്രക്കുളങ്ങളിലെ മത്സ്യങ്ങൾക്കൊന്നും തന്നെ നമ്മളെ പേടിയുണ്ടാവില്ല. പതിവ് പോലെ ഇവർക്കും ആരെയും തന്നെ പേടിയില്ല. ഞങ്ങളാണ് ഇവിടുത്തെ രാജാക്കന്മാരാണെന്ന് അവർ തന്നെ പറഞ്ഞ് നമ്മളെ യാത്രയൊക്കെയാണ്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.